ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്നറിയാമോ? വളരെ സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൊഴുക്കട്ടയാണ്. നോക്കിക്കേ എന്തൊരു സോഫ്റ്റാണ്. ഇതുപോലെ ഒരു കൊഴുക്കട്ട നമുക്ക് ഉണ്ടാക്കണ്ടേ? നമുക്കപ്പം കിച്ചണിലോട്ട് പോകാം. എൻ്റെ കൂടെ വരും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യണേ. ആദ്യം തന്നെ നമുക്ക് ഇതിനായിട്ട് തിളപ്പിച്ച വെള്ളം ആവശ്യമുണ്ട്. അതുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ വെള്ളം തിളപ്പിക്കാൻ വെക്കാം. ഞാനിവിടെ ഒരു 6 കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. നിങ്ങൾ എന്താണോ മെഷറിങ് കപ്പായിട്ട് യൂസ് ചെയ്യുന്നത് അതിന് എത്രമാത്രമാണോ വേണ്ടത് അത്രമാത്രം വെള്ളം എടുത്ത് വയ്ക്കുക. കാരണം ഇപ്പം ഞാൻ കുറച്ചേറെ ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ 6 കപ്പ് വെള്ളം വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ അതിൻ്റെ പകുതി മതിയാകും. എനിക്കിവിടെ ഞങ്ങൾ കുറച്ചേറെ ഉണ്ടാക്കി വയ്ക്കുന്നതുകൊണ്ടാണ് ഞാൻ 6 കപ്പ് വെള്ളം എടുത്തിരിക്കുന്നത്. വെള്ളം ഇത്തിരി കൂടിപ്പോയെന്ന് കരുതി കുഴപ്പമൊന്നുമില്ല, കാരണം ഇത് മുഴുവനായിട്ട് നമ്മൾ അതിലേക്ക് ഒരുമിച്ച് ഒഴിക്കുന്നില്ല. അതുകൊണ്ട് കുറച്ചേറെ വെള്ളം വെച്ചു. വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം, വേണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വേറെ എന്തിനെങ്കിലും ഉപയോഗിക്കാം. വെള്ളം ചൂടാകട്ടെ. ആ ടൈമിൽ നമുക്ക് അരിപ്പൊടി എടുത്തു വെക്കാം. ഇതിനായിട്ട് വേണ്ടത് നമ്മൾ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കത്തില്ലേ, ആ അരിപ്പൊടിയാണ്. പുട്ടിന് ഉപയോഗിക്കുന്ന അരിപ്പൊടി ഉപയോഗിക്കരുത്, അത് ഭയങ്കര കട്ടിയാണ്. നമുക്ക് അപ്പം കൊഴുക്കട്ട സോഫ്റ്റായിട്ട് കിട്ടില്ല. പക്ഷേ ഇടിയപ്പത്തിന് ഉപയോഗിക്കുന്ന അതേ പൊടി ഉപയോഗിച്ചാൽ നല്ല സോഫ്റ്റായിട്ടുള്ള കൊഴുക്കട്ട നമുക്ക് കിട്ടും. അപ്പം നമുക്ക് അതെടുത്ത് വയ്ക്കാം. ഞാൻ അതിനു വേണ്ടി ഇവിടെ ഒരു 3 കപ്പ് അരിപ്പൊടി എടുത്ത് വയ്ക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എത്രയാണ് വേണ്ടത് അത്രയും എടുത്താൽ മതി. ഞാൻ ഒരുപാട് ഉണ്ടാക്കേണ്ടത് കൊണ്ടാണ്. ഇപ്പോൾ 3 പേരൊക്കെ ഉള്ളൂ വീട്ടിലെന്നെങ്കിൽ ഇതിൻ്റെ പകുതി 1.5 കപ്പോ 1 കപ്പോ തന്നെ മതിയാകത്തുള്ളൂ. അതനുസരിച്ചിട്ട് എടുത്താൽ മതി. ഇത് ഒരുപാടുണ്ട്, ഞാൻ നേരത്തെ പറയാം. ഇത്രയും കുറച്ച് വീട്ടിൽ കുറച്ച് പേരെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയും എടുക്കേണ്ടതില്ല. ഒരു 1.5 കപ്പ് അതിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. അപ്പം ബാക്കിയെല്ലാം അതനുസരിച്ചിട്ടുള്ളത് കുറച്ച് എടുത്താൽ മതിയാകും. ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇന്ദുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിവിടെ ഇരിക്കട്ടെ. വെള്ളം തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് കൊണ്ടുവന്ന് ഒഴിക്കാം. നോക്കാം, വെള്ളം തിളച്ചൊന്നും നോക്കട്ടെ. അതിന് മുമ്പായിട്ട് നമുക്കിതൊന്ന് സ്പൂൺ വെച്ച് മിക്സ് കൂടി ചെയ്ത് വെക്കാം. കാരണം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ പിന്നെ നമുക്കത് മിക്സ് ചെയ്യുമ്പോൾ ഉപ്പ് കറക്റ്റ് എല്ലായിടത്തും എത്തണമെന്നില്ല. അതുകൊണ്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് വെച്ചേക്കാം. ഇവിടെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നല്ലതായിട്ട് ഇങ്ങനെ വെട്ടി തിളയ്ക്കണം. അതിനുശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന അരിപ്പൊടിയിലോട്ട് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കാം. മുഴുവനും ഒഴിക്കാൻ പാടില്ല, അത് കുറച്ചാദ്യമേ ഒഴിക്കുക. അതായത് ഒരു പകുതി വെള്ളം ഒഴിച്ചോളൂ. പകുതി വെള്ളം ഒഴിച്ച് നമുക്കത് മിക്സ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ബാക്കി വെള്ളം കൂടെ ചേർത്ത് കൊടുത്താൽ മതി. അതല്ല മുഴുവൻ വെള്ളം കൂടി ഒഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നീണ്ടുപോകും, അത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. നമുക്കൊരു ഇടിയപ്പത്തിനൊക്കെ കുഴയ്ക്കുന്ന പാകത്തിലേ കിട്ടാൻ പാടുള്ളൂ. അതുകൊണ്ട് ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ചൂടല്ലേ, അതുകൊണ്ട് നമ്മൾ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇടയ്ക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അത് പൊടിയെല്ലാം ഒന്ന് നന്നായിട്ട് നനഞ്ഞിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തോളൂ, കുഴപ്പമില്ല. ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ച് ചൂടാറിയതിന് ശേഷം മാത്രമേ കൈ വെച്ച് കുഴയ്ക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇതൊന്ന് ചൂട് പോകാനായിട്ട് വയ്ക്കാം. ഞാൻ അടുത്ത മുറിയിൽ കൊണ്ട് വയ്ക്കുന്നുണ്ട്. അവിടെ ഫാൻ ഇട്ടിട്ട് വയ്ക്കാൻ പോവുകയാണ്. ആ ടൈമിൽ നമുക്ക് തേങ്ങയും ചിരണ്ടിയെടുക്കാം. തേങ്ങ ചിരണ്ടിയത് ഇതൊരു 3 ബൗളുണ്ട്. ഇതുപോലത്തെ ബൗളിന് 3 ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ശർക്കരയാണ്. ഇതുപോലത്തെ ശർക്കര ചിരണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ശർക്കര, മധുരം വേണമെങ്കിൽ ഇനി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ശർക്കരയാണ് യൂസ് ചെയ്യുന്നത്. പഞ്ചസാര ഇതിന് പകരം ഉപയോഗിക്കാം. പഞ്ചസാര അത്ര ഹെൽത്തി അല്ലാത്തത് കൊണ്ട് ഞാൻ കഴിവതും പഞ്ചസാര ഒഴിവാക്കാൻ പറ്റുന്നിടത്തെല്ലാം ഒഴിവാക്കി ശർക്കരയാണ് ഉപയോഗിക്കുന്നത്. ഇനി ഒഴിവാക്കാൻ പറ്റാത്തടത്ത് പഞ്ചസാര തന്നെ ഉപയോഗിക്കാം കേട്ടോ. ഇനി വേണ്ടത് ജീരകമാണ്. നല്ല ചെറിയ ജീരകമുണ്ടല്ലോ, ആ ജീരകം 1 ടീസ്പൂൺ. ഇത് എള്ളാണ്. ഇത് 1 സ്പൂണുണ്ട്. ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. എനിക്ക് കുറച്ച് എള്ളിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ എള്ള് ചേർക്കുന്നത്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് നമുക്ക് മധുരം ഒന്ന് നോക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. അതുപോലെ ജീരകം ചതച്ചിട്ടും കൊടുക്കാം.
ഞാൻ പക്ഷേ ചതയ്ക്കുന്നില്ല. ചതച്ച് ചെയ്യുമ്പോൾ ഒരുപാടങ്ങ് അല്ലാത്ത ഫ്ലേവർ വരും. എനിക്ക് ജീരകത്തിന് അത്രയും ഫ്ലേവർ ഇഷ്ടമല്ല, അതുകൊണ്ടാണ്. ഇനി നമുക്ക് ഈ ജീരകം ചേർത്തല്ലോ, അതുപോലെ തന്നെ ഏലക്കാപ്പൊടി ചേർക്കാം, ചുക്കിൻ്റെ പൊടി ചേർക്കാം. ഇതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ടാണ്. നമുക്ക് അതിൻ്റെയൊക്കെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമുക്കതൊക്കെ ചേർക്കാവുന്നതാണ്. ഞാനിവിടെ ജീരകം മാത്രമേ ചേർക്കുന്നുള്ളൂ, ജീരകവും എള്ളും. തിളച്ച വെള്ളം ഒഴിച്ച് നമ്മൾ ആറാൻ വെച്ചിരുന്ന നമ്മുടെ അരിപ്പൊടിയുടെ ചൂട് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കുഴച്ചെടുക്കാം. ഇതിപ്പം ഈ ചൂടിൽ കുഴപ്പമൊന്നുമില്ല. ഈ ചൂട് കുഴയ്ക്കുന്നതാണ് നല്ലത്. ചെറിയൊരു ചൂടിൽ കുഴയ്ക്കണം, അതാണ് അതിൻ്റെ ഒരു സോഫ്റ്റായി കിട്ടാനും വളരെ നല്ലത്. ഇനി നമുക്കിത് കുഴച്ചെടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ, ഇടിയപ്പത്തിനൊക്കെ കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കാം. ഞാനിത് നന്നായിട്ട് കുഴച്ചിട്ട് വരാം. അതുപോലെ തന്നെ ഇത് കുഴയ്ക്കുന്ന സമയത്ത് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒഴിച്ചതിൻ്റെ ബാക്കി വെള്ളം ഇരിപ്പുണ്ടല്ലോ, ആ വെള്ളം ഒഴിക്കാം. ചൂടാറിപ്പോയാലും കുഴപ്പമില്ല, ചൂടുണ്ടെങ്കിലും കുഴപ്പമില്ല, ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ആ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അത് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇനി അതിൻ്റെ ബാലൻസ് വെള്ളം ഉണ്ടെങ്കിൽ അതും വെച്ചേക്ക്. നമുക്ക് കൊഴുക്കട്ട ഉണ്ടാക്കുമ്പം ഉരുട്ടുന്ന സമയത്ത് കുറച്ചൊരു കയ്യിൽ വെള്ളം വേണം. ആ ടൈമിൽ നമുക്ക് കൈ ഒന്ന് മുക്കാനായിട്ട് അത് യൂസ് ചെയ്യാം. കണ്ടോ, ഇതുപോലെ വെള്ളം ഒഴിച്ചൊഴിച്ച് കുഴയ്ക്കുക. വെള്ളം വേണമെന്നുണ്ടെങ്കിൽ മാത്രമേ ഒഴിക്കാവുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ ഒഴിച്ച് കഴിഞ്ഞാൽ കൂടിപ്പോവും. പിന്നെ ഇങ്ങനെ ഒട്ടി പിടിക്കും. ഒട്ടി പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് കൊഴുക്കട്ട ഉണ്ടാക്കാൻ സാധിക്കത്തില്ല. കുഴയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അതനുസരിച്ചിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ. ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഇരിക്കണം. ഇത് കറക്റ്റായിട്ടാണ് കുഴച്ചിരിക്കുന്നത്. കൂടിയും പോയിട്ടില്ല, വെള്ളം കൂടിയൊന്നും പോയിട്ടില്ല, കറക്റ്റാണ്. ഇതുപോലെ കുഴച്ച് വയ്ക്കുക. ഇനി നമുക്ക് കൈ ഒന്നിങ്ങനെ നനയ്ക്കാം. അതിനുശേഷം ചെറിയൊരു ഉരുള എടുക്കുക. ഒരു നാരങ്ങയുടെ വലുപ്പത്തിൽ ഉരുള എടുക്കുക. കണ്ടോ, ഇതുപോലെ മതി, ഒരുപാട് വലുപ്പത്തിൽ എടുക്കരുത്. എന്നിട്ട് നമ്മുടെ ആ കൈയും കൂടെ ഒന്ന് 2 കൈയും നനയ്ക്കുക. ആ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നത്. വേണമെങ്കിൽ എണ്ണ കയ്യിൽ തൂക്കാം, പക്ഷെ ഞാൻ എപ്പോഴും വെള്ളമാണ് തൊടാറുള്ളത് കേട്ടോ. എന്നിട്ട് ഇതുപോലെ പരത്തുക. നല്ല നൈസായിട്ട് പരത്തണം. നൈസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് നൈസായി പോകരുത്. കാരണം ഒരുപാട് നൈസായി കഴിഞ്ഞാൽ നമ്മൾ ഫില്ല് ചെയ്യുമ്പം അത് പൊട്ടിപ്പോകും. കുറച്ചൊരു ചെറിയൊരു കനം മതി. അതേപോലെ ഇതുണ്ട്, ഇതേ കനത്തിൽ ഇങ്ങനെ പരത്തുക. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മിക്സ് വെച്ച് കൊടുക്കാം. കണ്ടോ, ഇതുപോലെ വെച്ച് കൊടുക്കുക. ഒരുപാട് വലിപ്പത്തിൽ വേണമെങ്കിൽ അതനുസരിച്ചിട്ടുണ്ടാക്കാം. ഒരുപാട് വലിപ്പം മീൻസ് ഇതിൻ്റെ കനം എപ്പോഴും കുറഞ്ഞിരിക്കണം. വലിപ്പം കൂടിയാലും നമ്മൾ ഈ പരത്തുമല്ലോ, അതിന് കനം കുറഞ്ഞിരിക്കുക. എന്നിട്ട് ഇതുപോലെ എല്ലാ വശവും കൂടി ഇങ്ങനെ ജോയിൻ ചെയ്യുക. നമ്മൾ മോമോസൊക്കെ ഉണ്ടാക്കത്തില്ലേ, അതുപോലെ. അതിനുശേഷം അത് മുകൾ വശം അങ്ങനെ കട്ടിയിലിരിക്കാൻ പാടില്ല. അതിങ്ങനെ പരത്തി ഒരു ഉരുള പോലെ ആക്കി വെക്കുക. ഇങ്ങനെ വെച്ച് ഉരുട്ടി ഷേപ്പ് വരുത്തുക. അപ്പോൾ നല്ല റൗണ്ടിൽ വരും. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു 5-6 എണ്ണം ഉണ്ടാക്കി വെക്കാം. ഉണ്ടാക്കി വെച്ചതിന് ശേഷം നമുക്ക് സ്റ്റീമർ വെക്കാം സ്റ്റൗവിൽ. ആ ടൈമിൽ സ്റ്റീമർ വെച്ചിട്ട് ആവി വരുന്ന ടൈമിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്തുണ്ടാക്കാം. അതല്ലെങ്കിൽ ഇതുപോലെയും ചെയ്യാം. അതല്ലെങ്കിൽ സ്റ്റീമർ വെച്ച് ആ വരുന്ന ടൈമിൽ ഉണ്ടാക്കി ഉള്ളിലോട്ടും വെച്ചും കൊടുക്കാം കേട്ടോ. അങ്ങനെയും ഉണ്ടാക്കാം. ഏതാ സൗകര്യം എന്ന് വെച്ചാൽ അതുപോലെ ചെയ്യുക. ആവി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഓരോന്നെടുത്ത് വെച്ച് കൊടുക്കാം. ഇങ്ങനെ വെച്ച് കൊടുക്കുക. നമ്മൾ ഉണ്ടാക്കിയത് മൊത്തം ഒറ്റയടിക്ക് വെച്ച് കൊടുക്കാം.
അതുപോലെ തന്നെ കൊച്ചു കുട്ടികൾക്ക് മുന്തിരിങ്ങ വെച്ചിട്ടും കാഷ്യൂ നട്ട്സ് വെച്ചും അതുപോലെ ബദാമൊക്കെ ഈ തേങ്ങയുടെ കൂടെ മിക്സ് ചെയ്ത് ഉണ്ടാക്കി കൊടുത്താൽ കൊച്ചു കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ. നമ്മൾ ഉണ്ടാക്കിയ കൊഴുക്കട്ടയെല്ലാം ഇതിനുള്ളിലെടുത്ത് വയ്ക്കുക. അതിനുശേഷം അടയ്ക്കണം. അടച്ചു വെച്ചതിന് ശേഷം നന്നായിട്ട് സ്റ്റീം വന്നു കഴിയുമ്പം ഫ്ലെയിം കുറച്ച് വയ്ക്കുക. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒരു 10 to 15 മിനിറ്റ്സ് അതിനുള്ളിൽ ഇത് വെന്തിട്ടുണ്ടായിരിക്കും. അതിനുശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. നമ്മുടെ കൊഴുക്കട്ട ഇവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്. നോക്കൂ, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കൊഴുക്കട്ടയാണല്ലേ. ഇതുപോലെ കൊഴുക്കട്ട ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും തീർച്ചയായിട്ടും കൊഴുക്കട്ട ഇഷ്ടപ്പെടും. നമ്മൾ ഒരുപാട് കട്ടിയിൽ ഉണ്ടാക്കി കഴിയുമ്പോഴാണ് ആർക്കും കൊഴുക്കട്ട ഇഷ്ടമല്ലാതെ ആവുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക് യു.